പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി തിരുവചന പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പൂർവപിതാക്കളിലീശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം പൂർവപിതാക്കളിലീശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം സ്തുതികൾ പാടിടാം താണുവണങ്ങിടാം ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ ഈ ദൈവം ഇന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ നവീകരിക്കണമേ നാഥാ തിരുസഭയെ പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി നവീകരിക്കണമേ നാഥാ തിരുസഭയെ പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. വിശുദ്ധനായ പൗലോസ് റോമാക്കാർക്ക് ലേഖനമെഴുതുമ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടെ എഴുതിയിട്ടുള്ള ഒരു വരിയാണ് ഞാനിപ്പോൾ ഇവിടെ ഉദ്ധരിച്ചത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എങ്ങനെ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കും? സന്തോഷം നിറഞ്ഞ സംഭവങ്ങൾ ജീവിതത്തിൽ ഉയരെ ഉയരെ ഉണ്ടാകുമ്പോൾ അത് നന്മയായി കാണാൻ നമുക്ക് പ്രയാസമില്ല. എന്നാൽ നനച്ചിരിക്കാത്ത സംഭവങ്ങൾ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ തകർക്കുമ്പോൾ അതിൻ്റെ പുറകിൽ എങ്ങനെയാണ് ഒരു നന്മയുണ്ട് എന്ന് മനസ്സിലാക്കുക? സാധാരണ മനുഷ്യൻ ഋണാത്മകമായി നെഗറ്റീവായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ജീവിതം അവിചാരിതമായ സംഭവങ്ങളുടെ ആകത്തുകയാണ് എന്ന്. ഇത് ജീവിതത്തോടുള്ള ഒരു ഋണാത്മകമായ നെഗറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിചാരിതം എന്നല്ല, എല്ലാം ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം ദൈവത്തിൻ്റെ മാസ്റ്റർ പദ്ധതിയുടെ ഭാഗമാണ് എന്നതാണ് സത്യം. ചൈനക്കാരുടെ ഇടയിൽ
പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. ഒരു പാവപ്പെട്ട കർഷകൻ്റെ കഥ. ആ കർഷകന് ആകെ കൈമുതലായി ഉണ്ടായിരുന്നത് ഒരു കുതിര മാത്രമാണ്. ആ കുതിരയെ ഒരിക്കൽ കാട്ടിലേക്ക് മേയുവാൻ അയച്ചു. പക്ഷേ ആ കുതിര തിരികെ വന്നില്ല. അദ്ദേഹത്തിൻ്റെ കൃഷിക്ക് ഉപയോഗിക്കുന്ന ആകെ കൈമുതലായിട്ടുള്ള കുതിര അത് തിരികെ എത്തിയില്ല എന്നറിഞ്ഞപ്പോൾ അയൽക്കാരെല്ലാം അവൻ്റെ അടുത്ത് വന്ന് കർഷകനോട് പറഞ്ഞു, നിൻ്റെ കഷ്ടകാലമാണ്, എങ്കിലും നിനക്ക് ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്ന്. പക്ഷേ കർഷകൻ പ്രതിവചിച്ചു, എനിക്ക് എൻ്റെ കുതിര പോയതിൽ അതിദുഃഖം ഇല്ല. അത് അങ്ങനെ സംഭവിക്കേണ്ടതാണെങ്കിൽ സംഭവിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. പക്ഷേ അയൽപ്പക്കക്കാർക്ക് വലിയ ദുഃഖമായിരുന്നു. പലതും പറഞ്ഞ് അവർ അവനെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കാണാതായ കുതിരയോടൊപ്പം കാട്ടിൽ നിന്നും ഒരു പറ്റം കുതിരകൾ ഈ കുതിരയെ അനുധാവനം ചെയ്ത് കർഷകൻ്റെ മുറ്റത്തെത്തി. കർഷകൻ്റെ വീട്ടുമുറ്റത്ത് ഒരു വലിയ കൂട്ടം കുതിര വന്നപ്പോൾ അയൽപ്പക്കക്കാർ എല്ലാം ഓടിക്കൂടി. അവർ പറഞ്ഞു, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയമാണ് ഇതെന്ന്. അവർ കർഷകന് ലഭിച്ച ഈ വലിയ നേട്ടത്തിൽ വളരെയധികം സന്തോഷിക്കുകയും അവനെ അഭിനന്ദിക്കുകയും ചെയ്തു. പക്ഷേ കർഷകൻ അതിൽ ഒട്ടും അതീവ സന്തോഷവാനായി തീർന്നില്ല. മറിച്ച് ഇതെല്ലാം ഒരു സാധാരണ ജീവിതത്തിൻ്റെ ഭാഗം മാത്രമാണ് എന്ന ചിന്തയിൽ വളരെ സമചിത്തതയോടുകൂടെ അതിനെ കാണുകയും സമീപിക്കുകയും ചെയ്തു. തനിക്ക് വന്നു ചേർന്ന ഈ കുതിരയെ തൻ്റെ മകനും അദ്ദേഹവും ചേർന്ന് ഇങ്ങനെ പരിശീലിപ്പിക്കുകയാണ്. കൃഷിക്കൊത്തവണ്ണം, അദ്ദേഹത്തിൻ്റെ നിത്യ ഉപയോഗത്തിനൊത്തവണ്ണം പരിശീലിപ്പിക്കുകയാണ്. അങ്ങനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏക മകൻ, ആ യുവാവ്, ഒരു കുതിരയുടെ പുറത്തു നിന്ന് വീണ് ആ ചെറുപ്പക്കാരൻ്റെ കാല് ഒടിഞ്ഞു. അപ്പോൾ വീണ്ടും അയൽപ്പക്കക്കാർ ഒരുമിച്ച് കൂടി, ഇതെന്തൊരു കഷ്ടമാണ്, നിനക്ക് ആകെ കൂടെയുള്ള ഒരു മകൻ, അവൻ്റെ കാലൊടിഞ്ഞാൽ ഇനി എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുക? കർഷകൻ അപ്പോഴും ആ അനിഷ്ട സംഭവത്തിൽ അത്രയധികം ദുഃഖിച്ചില്ല. അദ്ദേഹം വളരെ സാധാരണ മട്ടിലാണ് ആ സംഭവത്തോട് പ്രതികരിച്ചത്. കർഷകൻ മകന് ആവശ്യമായിട്ടുള്ള ചികിത്സയൊക്കെ ചെയ്തു. നാളുകൾ കഴിഞ്ഞുപോയി. അപ്പോഴാണ് ആ നാട്ടിലെ രാജാവിൻ്റെ ഒരു കൽപ്പന, ആരോഗ്യമുള്ള എല്ലാ ചെറുപ്പക്കാരും യുദ്ധത്തിൽ ചേരണമെന്ന രാജകൽപ്പന. ഇത് കേട്ടപ്പോൾ രാജ്യത്തിലുള്ള എല്ലാ ആരോഗ്യമുള്ള യുവാക്കളും പട്ടാളത്തിൽ ചേർന്നു. യുദ്ധസമയമാണ്, ജീവന് ഭീഷണിയുള്ള സമയമാണ്. പക്ഷേ ഈ കർഷകൻ്റെ മകൻ മാത്രം ആ നാട്ടിൽ പട്ടാളത്തിൽ ചേരേണ്ടി വന്നില്ല. കാരണം അവൻ്റെ കാലൊടിഞ്ഞ് അവൻ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനല്ല എന്ന കണക്കിൽ അവനെ ഉൾപ്പെടുത്തിയതുകൊണ്ട്. ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ പുറകിൽ ഒരു നന്മയുണ്ട്. സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ്. ദൈവത്തിൻ്റെ ശില്പകലയുടെ വൈദഗ്ധ്യം, മാസ്റ്റർ പ്ലാനിൻ്റെ ഒരു വലിയ കണക്കുകൂട്ടൽ അതിൻ്റെ പുറകിലുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയായി തീർന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ പൗലോസിൻ്റെ ജീവിതം അതിനുദാഹരണമാണ്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ലേഖനത്തിൽ വിശുദ്ധനായ പൗലോസ് ഇങ്ങനെ എഴുതുന്നത്: ദമസ്കസിൻ്റെ പടിവാതിക്കൽ വെച്ച് ദൈവ ദർശനം ഉണ്ടായത് മുതൽ
ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ നിമിഷം മുതൽ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങളിലൂടെ, ഉയർന്നതും താഴ്ന്നതുമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. തൻ്റെ സംഭവവിപുലമായ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് റോമ സഭയ്ക്ക് കത്തെഴുതുമ്പോൾ വിശുദ്ധനായ പൗലോസ് പറയുകയാണ്, സകലവും നന്മയ്ക്ക് മാത്രമാണ് സംഭവിക്കുക, ദൈവം നൽകുക എന്ന്. നമുക്ക് വിശുദ്ധനായ പൗലോസിൻ്റെ ജീവചരിത്രം മാത്രമല്ല ഈ സത്യം ഓർമ്മിപ്പിക്കുന്നത്. എനിക്കെപ്പോഴും ശക്തി നൽകുന്ന ഒരു ജീവിതാനുഭവമാണ് പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ജീവിതാനുഭവം. അപ്പൻ്റെ പ്രിയപുത്രൻ, പ്രത്യേകമായ സ്വപ്നം ദൈവത്തിൽ നിന്ന് ലഭിച്ചവൻ, സ്വപ്നത്തെ വ്യാഖ്യാനം ചെയ്യുവാൻ കഴിവുള്ളവൻ, ഏറ്റവും പ്രിയപുത്രൻ ജോസഫ് എത്ര അനുഗ്രഹീതനായിരുന്നു ജീവിതത്തിൻ്റെ ബാല്യകാലത്തിൽ. പക്ഷേ ജീവിതത്തിൻ്റെ തുടർന്നുള്ള നാളുകളിൽ ബാല്യം പിന്നിടുമ്പോൾ ജോസഫ് നേരിടുന്ന അനുഭവങ്ങൾ എത്ര ഖേദകരമായിട്ടുള്ള, കഷ്ടത നിറഞ്ഞ അനുഭവമാണ്. സ്വന്തം സഹോദരങ്ങൾ ശത്രുക്കളായിത്തീരുക, തന്നോട് അസൂയാലുക്കളായിത്തീരുക, കൊല്ലുവാൻ ഭാവിക്കുക, പൊട്ടക്കിണറ്റിലിടുക, മിസ്രൈമിലെ അടിമ കച്ചവടക്കാർക്ക് വിൽക്കുകയും ദിനരാത്രങ്ങൾ മരുഭൂമിയിലൂടെ നടന്നും കുതിരയോട് ബന്ധിച്ച് കെട്ടിവലിച്ച് മിസ്രൈമിലേക്ക് കൊണ്ടുപോകുക. തുടർന്ന അനുഭവങ്ങളിൽ നാം കാണുന്നത് ചിന്തിക്കാത്ത തെറ്റിനും ചെയ്യാത്ത തെറ്റിനും ശിക്ഷ അനുഭവിക്കുക, താൻ സഹായിച്ചിട്ടുള്ളവർ, പാനപാത്രവാഹകന്മാരെ പോലുള്ളവർ മറന്നു കളയുക, എല്ലാവരാലും നിന്ദിക്കപ്പെടുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥ. ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തെല്ലാമാണോ അതെല്ലാം പിന്നീട് അനിഷ്ടമായ സംഭവങ്ങളാണ്. പക്ഷേ ഈ കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ മറക്കുന്നതിനോ ദൈവത്തെ നിന്ദിക്കുന്നതിനോ ജോസഫിന് ഇടയാകുന്നില്ല. പിന്നീട് നാം കാണുന്നത് ഈ കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലൂടെ കടന്നുപോയ ജോസഫ് രാജ്യത്തിലെ രണ്ടാമനായിത്തീരുകയും രാജ്യം ആദരിക്കുന്ന ഒരു മഹൽ വ്യക്തിയായി തീരുകയും ചെയ്യുന്ന കാഴ്ചയാണ്. അത്രയുമല്ല, സംഭവങ്ങളുടെ രൂപാന്തരത്തിൽ, പുരോഗമനത്തിൽ നാം കാണുന്നത് തൻ്റെ സഹോദരന്മാർ ഭക്ഷണത്തിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി ഇതാ തന്നെ സമീപിക്കുന്ന കാഴ്ചയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വളരെ ഭംഗിയായി ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നാടകീയമായ ഒരു രംഗം തന്നെയാണ് അത് സൃഷ്ടിക്കുക. അവരോടുള്ള തൻ്റെ സഹോദരന്മാർ ധാന്യം വാങ്ങുന്നതിന് വേണ്ടി മിസ്രൈമിൽ വന്നപ്പോൾ അപരിചിതനെപ്പോലെ അധികാരഭ്രമത്വത്തിൽ അവരോട് ഇടപെടുമ്പോൾ തന്നെ മനസ്സിൽ സൂക്ഷിക്കുന്ന ചേതോവികാരങ്ങളും മറ്റുമൊക്കെ, വികാരവായ്പുമൊക്കെ വ്യക്തമാക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആരുമറിയാതെ തൻ്റെ സഹോദരങ്ങളെ കെട്ടിപ്പിടിച്ച് വളരെ സങ്കടത്തോടുകൂടെ അവരുടെ മുൻപാകെ താൻ ജോസഫാണെന്ന്, നിങ്ങൾ മിസ്രൈമ്യർക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ ജോസഫ് എന്ന് വെളിപ്പെടുത്തുന്ന ആ രംഗം, അത് ഹൃദയഹാരിയായി മാത്രമേ ഏതൊരു അനുവാചകനും വായിക്കുവാൻ കഴിയുകയുള്ളൂ. അവിടെ ജോസഫ് തൻ്റെ സഹോദരങ്ങളോട് പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ എനിക്ക് ദോഷം നിരൂപിച്ചുവെങ്കിൽ ദൈവം ഇതെല്ലാം നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തി എന്ന്. ഇതാണ് വിശുദ്ധനായ പൗലോസ് റോമാക്കാർക്ക് എഴുതുന്ന ലേഖനത്തിൽ പറയുന്ന വാചകത്തിൻ്റെ പൊരുൾ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ജോസഫിൻ്റെ ജീവിതത്തിൽ അതാണ് നാം ദർശിക്കുന്നത്. ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയിൽ, വലിയ പദ്ധതിയിൽ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രക്രിയ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ അസുഖകരമായിട്ടുള്ള, അനിഷ്ടമായിട്ടുള്ള സംഭവങ്ങളിലൂടെ പ്രവർത്തിക്കുമ്പോൾ
അത് നന്മയ്ക്ക് മുഖാന്തരമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ ദൈവത്തോട് പരാതിപ്പെടുന്ന പിറുപിറുക്കുന്ന സ്വഭാവമുള്ളവരാണോ? ജോസഫിൻ്റെ ജീവിത അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ കൂടുതലായി സ്നേഹിക്കുകയും നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ജോസഫ് ഇതിലെല്ലാം ദൈവത്തിൻ്റെ നന്മ ദർശിച്ചു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ ജോസഫിൻ്റെ ജീവിതത്തിൽ ചില മിനുക്കുപണികൾ നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജോസഫിൻ്റെ സ്വപ്നത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം അവിടെ പറയുന്നത് അവൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങൾ പോലും അവനെ നമസ്കരിക്കുന്നു എന്നാണ്. അവൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം, സ്വപ്നത്തിൻ്റെ പൊരുൾ. താൻ തന്നെ കുടുംബത്തിലെ ഒരു വലിയ വ്യക്തിയായി പ്രതിഷ്ഠിക്കുന്നതായ ഒരു വ്യാഖ്യാനം, അങ്ങനെ ഒരു അനുഭവം. അഹങ്കാരം ഭരിക്കുവാൻ സാധ്യതയുണ്ട്. ജീവിതത്തിന് അനിഷ്ടകമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ തൻ്റെ ജീവിതത്തെ നിഗളത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അവന് സാധിച്ചു. മാത്രമല്ല, ജീവിതത്തിൽ എല്ലായ്പ്പോഴും സമചിത്തത പാലിക്കുന്നതിന് ജോസഫിൻ്റെ ജീവിതത്തിലെ അനുഭവം മുഖാന്തരമായി തീർന്നു. കാരാഗ്രഹത്തിൽ വെച്ചുണ്ടായതും പൊത്തിഫോറിൻ്റെ ഭവനത്തിൽ വെച്ചുണ്ടായ അനുഭവങ്ങൾ എല്ലാം തന്നെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സമചിത്തത പാലിക്കുന്നതിനുള്ള ഒരു മുഖാന്തരമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെല്ലാം ഉപരിയായിട്ടാണ് സ്നേഹവാനായ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനവും ദൈവത്തിൻ്റെ കരവും ദർശിക്കുവാനായിട്ട് ജോസഫിനെ സാധിച്ചത്. അടുത്ത ദിവസം വായിച്ച ഒരു പുസ്തകത്തിൽ അമേരിക്കയിൽ കൊച്ചു കുട്ടികളെ പ്രത്യേകം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തെക്കുറിച്ച് വായിക്കുകയുണ്ടായി. കൊച്ചു കുട്ടികളെ വിദ്യാലയത്തിലേക്ക് അയക്കുമ്പോൾ നമുക്കറിയാം, കുട്ടികൾക്ക് മാതാപിതാക്കളോട് അകന്നിരിക്കുവാൻ മാനസികമായി വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അവർ കരയുകയും പോകുവാനായിട്ട് വിസമ്മതിക്കുകയും ചെയ്യും. ഈ വിദ്യാലയത്തിലും കൊച്ചു കുട്ടികളെ പ്രവേശിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള അനുഭവമുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, മാതാപിതാക്കൾക്കും വൈകാരികമായ പ്രശ്നങ്ങൾ അത്തരത്തിൽ ഉണ്ടാകുക സാധാരണമാണ്. ഈ വിദ്യാലയം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യേകമായ ക്രമീകരണമാണ് എന്നെ ചിന്തിപ്പിച്ചത്. അത് മറ്റൊന്നുമല്ല, കുട്ടികൾക്ക് മാതാപിതാക്കളെ കാണുവാൻ സാധ്യമല്ല. എന്നാൽ അങ്ങനെയുള്ള അവസ്ഥയിൽ മാതാപിതാക്കൾക്ക് തൊട്ടടുത്ത് ഇരിക്കുവാൻ സാധിക്കും. മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ നേരിട്ട് കാണാൻ കഴിയാത്ത വിധത്തിൽ ഒരു പ്രത്യേകമായ ഗ്ലാസ് മറ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് മാതാപിതാക്കളെ കാണുവാൻ സാധ്യമല്ല. എന്നാൽ ആ ഗ്ലാസ് മറയുടെ പുറകിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് കുട്ടികളെ കാണുവാനും അവരുടെ ചെയ്തികളെ കണ്ട് സന്തോഷിക്കുവാനും അറിയുവാനും സാധിക്കും. ഈ ക്ലാസ് മുറിയെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ, ദൈവത്തിൻ്റെ കരുതലും സ്നേഹവുമാണ്. ജീവിതത്തിൽ അദൃശ്യമായി നമ്മെ പിന്തുടരുകയും നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയില്ല എങ്കിൽ തന്നെയും നമ്മോട് കൂടെ ഇരിക്കുന്ന അവൻ്റെ സാന്നിധ്യം, അവൻ നന്മയിലേക്ക് നമ്മെ അദൃശ്യമായി നയിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം വളരെ സാധാരണമാണ് എന്ന ചിന്ത ഈ പ്രത്യേകമായ സംഭവം എന്നെ ഓർമ്മിപ്പിച്ചു. ദാവീദ് സങ്കീർത്തനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം നമ്മെ നയിക്കുവാനായി, നമ്മെ രൂപാന്തരപ്പെടുത്തുവാനായി, നന്മയിലേക്ക് നമ്മെ എത്തിക്കുവാനായി നമ്മോട് കൂടെയുണ്ട്. അവിചാരിതമായ സംഭവങ്ങളുടെ ആകത്തുകയല്ല ജീവിതം, പിന്നെയോ ദൈവത്തിൻ്റെ വലിയ വിചാരണയുടെയും കരുതലിൻ്റെയും ഭാഗമാണ് എൻ്റെ ഈ ചെറിയ ജീവിതം. അതുകൊണ്ട് എന്താണ് കരണീയമായിട്ടുള്ളത്? ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴ്പ്പെടുവാൻ നമുക്ക് കഴിയണം. ദൈവഹിതം അറിഞ്ഞ് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയണം.
ആൻ്റണി ഡിമെല്ലോ പറഞ്ഞ ഒരു കഥ കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അദ്ദേഹം ഒരു ഗുരുവിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആ ഗുരു ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർക്ക് അത്ഭുതമായി അതിശയകരമായി തോന്നുകയാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനെ ഒരാൾ സമീപിച്ച് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഗുരു ചെയ്യുന്നതെല്ലാം ഒരു അത്ഭുതമായി സമൂഹത്തിൽ കാണപ്പെടുന്നല്ലോ എന്ന്. ഇത് കേട്ട ശിഷ്യൻ പ്രതിവചിക്കുന്നു, ഞങ്ങളുടെ ഗുരു അതിശയം അത്ഭുതം ഒന്നും പ്രവർത്തിക്കാറില്ല, സാധാരണ സംഭവങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ എന്ന്. അപ്പോൾ ഈ അന്വേഷകൻ പറയുകയാണ്, അല്ല, നിങ്ങളുടെ ഗുരു എല്ലായ്പ്പോഴും അത്ഭുതമാണ്, അതിശയമാണ് പ്രവർത്തിക്കുന്നത് എന്ന്. ആ ശിഷ്യൻ ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു പക്ഷേ ആ ഗുരുവിനെ സംബന്ധിച്ച് പറഞ്ഞത് ശരിയായിരിക്കാം. കാരണം അദ്ദേഹം ചെയ്യുന്നതെല്ലാം ദൈവത്തോട് ആലോചന ചോദിച്ച് മാത്രമാണ്, ദൈവഹിതപ്രകാരം മാത്രമാണ് അദ്ദേഹം പ്രവർത്തിക്കുക, അതുകൊണ്ടായിരിക്കാം എന്ന്. എത്ര ഒരു നല്ല മറുപടിയാണ് ആ ശിഷ്യൻ നൽകുന്നത്. ഗുരു ചെയ്യുന്നത് അത്ഭുതമായി തീരുന്നതിൻ്റെ കാരണം ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മഹാപദ്ധതിയുടെ ഭാഗമാണ് നമ്മുടെ ജീവിതമെന്നും ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തനമെന്നും വിശ്വസിക്കുക മാത്രമല്ല, ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുവാൻ നമുക്ക് കഴിയണം. വിശുദ്ധനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. പൗലോസ് തുടരുന്നു, ഞാനല്ല എന്നിൽ ജീവിക്കുന്ന ക്രിസ്തു അത്രേ എന്ന്. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. യേശുവിനെ, ദൈവഹിതത്തിനെ പൂർണ്ണമായി കീഴ്പ്പെടുന്ന അവസരത്തിൽ ദൈവഹിതമാണ് ജീവിതത്തിൽ നടക്കുന്നത് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും അത് ശുഭപര്യവസായിയായി തീരുകയും അനുഗ്രഹകരമായി തീരുകയും ചെയ്യും. ഓർപ്പിക്കട്ടെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നാം ദൈവഹിതം അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുൻപാകെ അത്ഭുതവും അനുഗ്രഹവും ആയിത്തീരുക. ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവഹിതപ്രകാരമായിത്തീരുമ്പോൾ അനേകർക്ക് അത് അനുഗ്രഹത്തിന് കാരണമായിത്തീരും. ഞാൻ ഉദ്ധരിച്ച കഥയിലെ ഗുരുവിനെ പോലെ ദൈവഹിതം അതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് അനുഭവിച്ചറിയുന്ന ഒരു സമൂഹം ഉണ്ടാകുന്നതിന് കാരണമായി തീരും. യേശു തൻ്റെ പ്രവർത്തനത്തിൽ പിതാവിൻ്റെ ഹിതത്തിന് പ്രാധാന്യം നൽകി. അതുകൊണ്ട് യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ എല്ലാ അവസ്ഥയിലും അനന്തരഫലമായി അവിടെ ദൈവത്തെ സ്തുതിക്കുന്ന, സമൂഹത്തിൽ വിസ്മയമുണ്ടാക്കുന്ന ഒരു അനുഭവം ഉണ്ടായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ദൈവഹിതപ്രകാരം ജീവിതത്തെ നിയന്ത്രിക്കുമ്പോൾ, പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുമ്പോൾ, പ്രവർത്തനങ്ങൾക്ക് രൂപകൽപ്പന നൽകുമ്പോൾ എല്ലാം അത്ഭുതകരവും മറ്റുള്ളവർക്ക് അനുഗ്രഹവും ആയിത്തീരും. നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ എപ്രകാരമാണ് നാം രൂപീകരിക്കുന്നത്? ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും കാണുവാൻ നമുക്ക് കഴിയുമോ? വിശുദ്ധനായ പൗലോസിൻ്റെ ഈ ജീവിത അനുഭവം നമ്മുടെ ജീവിതാനുഭവമായി തീരട്ടെ. എല്ലാം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കത്തക്ക രീതിയിൽ ദൈവഹിതത്തോട് യോജിച്ച് നമുക്ക് പ്രവർത്തിക്കാം. ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.
സ്വർലോകനാഥൻ എഴുന്നള്ളുന്നു, ലോകനാഥൻ എഴുന്നള്ളുന്നു. ഉഷസ്സിൻ്റെ രഥമേറി ഉയർപ്പിൻ്റെ രഥമേറി മഹിമയോടെ പ്രഭ തൂകി എഴുന്നള്ളുന്നു. പ്രവാചകന്മാർ പാടിത്തന്ന പ്രഭാതമകലെയല്ല, പ്രപഞ്ചമൊന്നായി കാത്തിരുന്ന പ്രഭാതമരികിലായി. ഇരുൾ നിര നീങ്ങി മറവുകൾ മാറി ഇരുലോകമെങ്ങും തെളിവു നൽകി. ഇരുൾ നിര നീങ്ങി മറവുകൾ മാറി ഇരുലോകമെങ്ങും തെളിവു നൽകി. ജാതിഭേദങ്ങൾ മാറിടും, പക്ഷപാതവാദങ്ങൾ നീങ്ങിടും. സ്നേഹത്തിൻ കൊടിമീതെ പാറിടും, സ്നേഹനാഥൻ ലോകെ ജയിച്ചിടും. ഉണരാമൊന്നായി പാടാമൊന്നായി സർവജയാജിത ഗീതങ്ങൾ, ഉണരാമൊന്നായി പാടാമൊന്നായി സർവജയാജിത ഗീതങ്ങൾ. ഉയർക്കുക ദിനവും ദിനവും ഇഹത്തിൽ സ്നേഹഗീതികൾ പാടിടുവാൻ, ഉയർക്കുക ദിനവും ദിനവും ഇഹത്തിൽ സ്നേഹഗീതികൾ പാടിടുവാൻ. ഉണരാമൊന്നായി പാടാമൊന്നായി സർവജയാജിത ഗീതങ്ങൾ, ഉയർക്കുക ദിനവും ദിനവും ഇഹത്തിൽ സ്നേഹഗീതികൾ പാടിടുവാൻ.